ഹായ് ഡിയേഴ്സ്. ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് സ്പോട്ട് അലോട്ട്മെൻറ്റും ഉണ്ടായിട്ടുള്ള സംശയങ്ങൾ ക്ലിയർ ചെയ്യാനാണ് നമ്മൾ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. എന്താണ് സ്പോട്ട് അലോട്ട്മെൻറ്റ്? അതായത് നമ്മൾ നേരത്തെ വീഡിയോയിൽ ഇട്ട വേക്കൻസിക്ക് അനുസരിച്ച് ഓരോ കോളേജുകളുടെയും വേക്കൻസി CE റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഓരോ കോളേജുകളുടെയും വെബ്സൈറ്റിലും പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ഇതനുസരിച്ച് ഓരോ കോളേജുകളും അഡ്മിഷൻ നടത്താനുള്ള ഡേറ്റുകൾ അവരവരുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിദ്യാർത്ഥികൾ അവരുടെ വെബ്സൈറ്റുകൾ നോക്കി ഓരോ കോളേജുകളുടെയും സ്പോട്ട് അലോട്ട്മെന്റുകൾ ഡേറ്റുകൾ മനസ്സിലാക്കി നമ്മുടെ കയ്യിലുള്ള എല്ലാ അസൽ സർട്ടിഫിക്കറ്റുകളുമായി നമ്മൾ സ്പോട്ട് അലോട്ട്മെന്റിൽ പങ്കെടുക്കേണ്ടതാണ്. അപ്പോൾ പ്രിയ വിദ്യാർത്ഥികളെ പ്രത്യേകം ശ്രദ്ധിക്കുക. സ്പോട്ട് അലോട്ട്മെന്റിൽ പങ്കെടുക്കേണ്ട വിദ്യാർത്ഥികൾ അറിയേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. ആർക്കൊക്കെയാണ് സ്പോട്ട് അലോട്ട്മെന്റിൽ പങ്കെടുക്കുവാൻ സാധിക്കുന്നത്? അതായത് എൻട്രൻസ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ച റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും സ്പോട്ട് അലോട്ട്മെന്റിൽ പങ്കെടുക്കാവുന്നതാണ്. അതായത് ഇപ്പോൾ അഡ്മിഷൻ കിട്ടിയ എല്ലാ വിദ്യാർത്ഥികൾക്കും പങ്കെടുക്കാം. ഇനി അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികൾക്കും പങ്കെടുക്കാം. ഇനി ഇതുവരെ CEയിൽ രജിസ്റ്റർ ചെയ്യാത്ത ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്താത്ത കുട്ടികൾക്കും പങ്കെടുക്കാവുന്നതാണ് സ്പോട്ട് അലോട്ട്മെന്റിൽ. ഈ 3 കാറ്റഗറി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കും സ്പോട്ട് അലോട്ട്മെന്റിൽ പങ്കെടുക്കാവുന്നതാണ്. രണ്ടാമതായിട്ട് സ്പോട്ട് അലോട്ട്മെന്റിൽ പങ്കെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളിപ്പോൾ പാലക്കാട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ സിവിൽ എഞ്ചിനീയറിംഗിലാണ് നമ്മൾക്ക് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ആ കോളേജ് നമുക്ക് ഇഷ്ടമല്ല, അല്ലെങ്കിൽ ആ കോഴ്സ് നമുക്ക് താല്പര്യമില്ല, നമുക്ക് വേറെ കോളേജിൽ അതേ കോഴ്സ് ലഭിക്കണം. പക്ഷെ അങ്ങനെ ഒരു മാറ്റം അനുവദനീയമല്ല. അതായത് സെയിം ബ്രാഞ്ചിൽ നിന്നും അതേ ബ്രാഞ്ചിലേക്ക്, വേറൊരു കോളേജിലെ അതേ ബ്രാഞ്ചിലേക്ക്, ഇപ്പൊ സിവിൽ എഞ്ചിനീയറിംഗ് ടു സിവിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെക്കാനിക്കൽ ടു മെക്കാനിക്കൽ, ഇങ്ങനെയുള്ള മാറ്റം അനുവദനീയമല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് അതേ കോളേജിൽ തന്നെ വേറൊരു ബ്രാഞ്ചിലേക്ക് വേണമെങ്കിൽ സ്പോട്ട് അലോട്ട്മെന്റിൽ അപേക്ഷിക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഒരു കോളേജിൽ നിങ്ങൾക്ക് ഒരു ബ്രാഞ്ച് കിട്ടി, മറ്റൊരു കോളേജിലെ വേറൊരു ബ്രാഞ്ചിലേക്ക് നിങ്ങൾക്ക് മാറ്റം അനുവദനീയമാണ്. അപ്പൊ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി വേറൊരു കൺഫ്യൂഷൻ ഉണ്ടാവുന്നത്, സെൽഫ് ഫിനാൻസിങ് ചേർന്ന കുട്ടികൾക്ക് ആ കോളേജിൽ നിന്നും അവരുടെ പെർമിഷൻ ഉണ്ടായിരിക്കണം നിങ്ങൾക്ക് വേറൊരു സ്പോട്ട് അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ അവിടെ ഒരു NOC ആവശ്യമായിട്ട് വരും, നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്. TC നമുക്ക് ആദ്യം തന്നെ വാങ്ങിക്കാൻ പറ്റില്ല, കാരണം നമുക്ക് സ്പോട്ട് കിട്ടിയോ ഇല്ലയെന്ന് അറിഞ്ഞിട്ട് മാത്രം നമ്മൾ TC വാങ്ങിച്ചാൽ മതി. അപ്പൊ ഇങ്ങനെ ഒരു നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് സ്പോട്ട് അലോട്ട്മെന്റിൽ പങ്കെടുക്കാവുന്നതാണ്. അത് ഓരോ കോളേജുകളുടെയും നിയമം അനുസരിച്ചാണ്. അവർ NOC തരികയാണെങ്കിൽ അത് തീർച്ചയായിട്ടും വാങ്ങി നമ്മൾ സ്പോട്ട് അലോട്ട്മെന്റിൽ പങ്കെടുക്കേണ്ടതാണ്. അതും ഓരോ കോളേജിന്റെയും വെബ്സൈറ്റിൽ അതിന്റെ രേഖകൾ, എന്തൊക്കെ രേഖകളാണ് സബ്മിറ്റ് ചെയ്യേണ്ടതെന്ന് കൊടുത്തിട്ടുണ്ടാകും. നിങ്ങൾ അത് നോക്കി മനസ്സിലാക്കാവുന്നതാണ്. ഇനി സ്പോട്ട് അലോട്ട്മെന്റിൽ ഇപ്പോൾ ഉള്ളത് നമുക്ക് ഗവൺമെന്റ് ആൻഡ് എയ്ഡഡ് കോളേജുകളാണ് സ്പോട്ട് അലോട്ട്മെന്റിൽ പങ്കെടുക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി കൂടാതെ നമ്മുടെ കയ്യിൽ എന്തൊക്കെ സർട്ടിഫിക്കറ്റുകളുടെ കോപ്പീസ് ആണുള്ളത് അതെല്ലാമായിട്ടാണ് നമ്മൾ സ്പോട്ട് അലോട്ട്മെന്റിൽ പങ്കെടുക്കേണ്ടത്. ഇതുവരെ അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ അവരുടെ കയ്യിൽ എല്ലാ അസൽ സർട്ടിഫിക്കറ്റുകളും ഉണ്ടാകും. കാറ്റഗറി തെളിയിക്കുന്നതും നമ്മൾ എന്തൊക്കെ രേഖകളാണോ അഡ്മിഷന് ഹാജരാക്കേണ്ടത് അതിന്റെ ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണോ രേഖകൾ, നിങ്ങളുടെ എലിജിബിലിറ്റി തെളിയിക്കുന്ന എല്ലാ അസൽ സർട്ടിഫിക്കറ്റുകളുമായിട്ടാണ് നിങ്ങൾ സ്പോട്ട് അലോട്ട്മെന്റിൽ പങ്കെടുക്കേണ്ടത്. അതുപോലെ തന്നെ അഡ്മിഷൻ കിട്ടിയ വിദ്യാർത്ഥികൾക്ക് അവിടുത്തെ നൽകിയ സ്ലിപ്പുകളൊക്കെ ഉണ്ടാവും. ആ കോളേജിൽ നിന്ന് അവർ കൊടുത്തുള്ള സർട്ടിഫിക്കറ്റിന്റെ രേഖകൾ, അവിടെ ഉള്ള രേഖകളുടെ ഒരു പൊസിഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടാകുന്നതായിരിക്കും. അപ്പൊ അതും അവരുടെ കയ്യിലുണ്ടെങ്കിൽ അതും കൂടി സ്പോട്ട് അലോട്ട്മെന്റിൽ കൊണ്ടുപോകാവുന്നതാണ്. ഓക്കെ. ഇനി അടുത്തൊരു സംശയം, റിസർവേഷൻ കാറ്റഗറിക്കാർക്ക് സ്പോട്ട് അലോട്ട്മെന്റിൽ റിസർവേഷൻ ഉണ്ടാകുമോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഓരോ കോളേജുകളിലും റിസർവേഷൻ അനുസരിച്ചിട്ടുള്ള ഒഴിവുകൾ ഉണ്ടായിരിക്കും. ഇപ്പൊ SC ഒരു ഒഴിവ്, ഇന്ന ബ്രാഞ്ചിന് ഇന്ന ഒഴിവുണ്ട് എന്നുള്ള അത് നമ്മുടെ CEയുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. അതനുസരിച്ച് ആ കുട്ടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടിക്കായിരിക്കും മുൻഗണന ഉണ്ടാവുക. അപ്പൊ കാറ്റഗറി വൈസ് ആയിട്ട് റിസർവേഷൻ കാറ്റഗറിക്കാർക്കും അഡ്മിഷൻ റാങ്ക് അനുസരിച്ച് തന്നെ അഡ്മിഷൻ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ. ഇനി നമ്മൾ സ്പോട്ട് അലോട്ട്മെന്റ് പങ്കെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ കറക്റ്റ് ടൈമിങ്ങിൽ തന്നെ പങ്കെടുക്കണം. സമയം തെറ്റിക്കഴിഞ്ഞാൽ നമ്മളെക്കാൾ താഴ്ന്ന റാങ്കുള്ള കുട്ടി ചിലപ്പോൾ അവിടെ സ്പോട്ട് അലോട്ട്മെന്റിൽ അവർക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടാവും. പിന്നീട് നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ ടൈമിംഗ് വളരെ പ്രധാനപ്പെട്ടതാണ്.
ഇനി ഒരേ ടൈമിൽ ഒരേ ഡേറ്റിൽ തന്നെ വ്യത്യസ്ത കോളേജുകൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഉചിതം പോലെ ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയിൽ ആരെങ്കിലും വിട്ടിട്ട് എല്ലാ കോളേജുകളിലും വിട്ടിട്ട് അഡ്മിഷൻ വേണ്ടിയിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. അത് ഡിപ്പെൻഡ്സ് ഓൺ ആണ്, ഓരോ കോളേജുകളുടെയും അത് അനുവദനീയമാണോ എന്നുള്ളതൊക്കെ നോക്കിയിട്ട് ചെയ്യാവുന്നതാണ്. നമ്മളത് പറഞ്ഞതേ ഉള്ളൂ, നമുക്കൊരു അഡ്മിഷൻ കിട്ടുക എന്നുള്ളത് കൊണ്ടാണ് അത് പറഞ്ഞിരിക്കുന്നത്. ഇനി ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ സിഇയുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ള ഒഴിവുകളുടെ എണ്ണം മാത്രം നോക്കി നമ്മൾ സ്പോട്ട് അലോട്ട്മെന്റിൽ പങ്കെടുക്കേണ്ട. കാരണം സ്പോട്ടിന് പോകുന്ന കുട്ടികളുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സിവിൽ എഞ്ചിനീയറിംഗിന് വേറൊരു കോഴ്സിലേക്ക് മാറേണ്ട കുട്ടികൾ ഉണ്ടാകും. അപ്പൊ അവിടെ ആ ഒരു ഒഴിവ് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന കോഴ്സ് കോളേജ് ഏതാണോ അതിനനുസരിച്ച് നിങ്ങൾ സ്പോട്ട് അലോട്ട്മെന്റിൽ പങ്കെടുക്കുക. നിങ്ങൾ ഒഴിവുകളുടെ എണ്ണം തിട്ടപ്പെടുത്തി നമ്മൾ പങ്കെടുക്കേണ്ട. നമുക്ക് അവിടെ ഇനിയും ഒഴിവുകൾ വരാനുള്ള സാധ്യതയുണ്ട്. അതും കൂടി മുൻകൂട്ടി മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അഡ്മിഷന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ സ്പോട്ട് അലോട്ട്മെന്റിൽ പങ്കെടുക്കേണ്ട കുട്ടികൾ ഫീസ് അവിടെ അടയ്ക്കേണ്ടി വരും. തീർച്ചയായിട്ടും നമ്മുടെ കയ്യിൽ കാശ് കരുതിയിരിക്കണം. നമ്മൾ പൈസ അടച്ചാൽ മാത്രമേ നമ്മുടെ അഡ്മിഷൻ അവിടെ പൂർത്തിയാവുകയുള്ളൂ. അതും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ നമ്മുടെ കയ്യിൽ അഡ്മിഷൻ പോകുമ്പോൾ അഡ്മിഷൻ സ്ലിപ്പ് ഉണ്ടായിരിക്കണം, നിങ്ങൾക്ക് എന്തൊക്കെയാണെന്നുള്ളത്. അതുപോലെ NOC നിർബന്ധം ഉള്ള ഗവൺമെന്റ് ടു ഗവൺമെന്റ് ആണെങ്കിൽ NOC ആവശ്യമില്ല. നമ്മൾ സെൽഫ് ഫിനാൻസിംഗിലൊക്കെ വരുമ്പോഴാണ് NOCയുടെ ആവശ്യം ഉണ്ടാവുക. അത് നിങ്ങൾ ഒന്ന് അന്വേഷിച്ചതിന് ശേഷം NOC ഹാജരാക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകുന്ന എല്ലാ ഫോട്ടോ കോപ്പികളും, നിങ്ങൾ ഒറിജിനൽ ഇല്ലെങ്കിൽ അതിന്റെ എല്ലാ സർട്ടിഫിക്കറ്റിന്റെ ഫോട്ടോ കോപ്പികൾ കയ്യിൽ കരുതുക. എന്നിട്ട് ആ ടൈമിങ്ങിൽ തന്നെ നിങ്ങൾ സ്പോട്ട് അലോട്ട്മെന്റിൽ പങ്കെടുക്കുക. നിങ്ങൾക്ക് സ്പോട്ടായിട്ടുള്ള അലോട്ട്മെന്റ് ആണ് ലഭിക്കുക. അതത് കോളേജുകളിലെ വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കതിന് സമയമുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ഡേറ്റുകൾ ഒന്ന് ഡിസ്പ്ലേ ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും നല്ലൊരു അഡ്മിഷൻ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ആദ്യമായി ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ലൈക്കും ഷെയറിങ്ങും നമുക്ക് ആവശ്യമാണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.